കഴിഞ്ഞ ഒരു വർഷക്കാലം മുൻപ് രാസവളത്തിന് സബ്സിഡി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കർഷകനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ സമീപനത്തിന്റെ പ്രതിഫലനമാണ്. സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി രാസവള സബ്സിഡിയിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഈ മേഖലയിലെ കേന്ദ്ര ഗവൺമെന്റ് മുതൽ മുടക്കിന്റെ നിക്ഷേപത്തിന്റെ പിന്നോട്ട് പോക്കിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഭക്ഷ്യധാന്യ സബ്സിഡി അല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ട ഒരു ഗവൺമെന്റ്. ആ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണം. മുൻകാലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,46,000 കോടി രൂപ ഭക്ഷ്യധാന്യത്തിന് സബ്സിഡിയായി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചു എങ്കിൽ ഇന്നത്തെ ബഡ്ജറ്റിൽ പത്രത്തിൽ വന്ന വാർത്ത എടുത്ത് പരിശോധിക്കുമ്പോൾ കേവലം 2,02,000 ഏകദേശം 44,000 കോടി രൂപയുടെ യഥാർത്ഥത്തിൽ കുറവാണ് ഭക്ഷ്യധാന്യ മേഖലയിലുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റം, കാർഷിക മേഖലയിലെ ഗവൺമെന്റ് സംഭരിക്കാൻ താങ്ങുവില കൊടുത്ത് സംഭരിക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞെങ്കിൽ മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് 10,000 കോടിയിലധികം രൂപ സംഭരണത്തിൽ കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇന്ന് കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വീണ്ടും സങ്കീർണമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, 2 പേര് കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ അവരോട് ഇവർ പറഞ്ഞതെന്താ, ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ പിറ്റേ ദിവസം നടക്കുന്ന ബഡ്ജറ്റിൽ ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും, യാഥാർത്ഥ്യമാക്കും. 1 പൈസ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളം എന്ന പദം പോലും ആ ബഡ്ജറ്റിന്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ മണിക്കൂറുകൾ നീണ്ട ബഡ്ജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല.